നമസ്കാരം. കേരള PSCയുടെ പുതിയ ഒരു വിജ്ഞാപനത്തിന്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ഇത് DYSP ട്രെയിനി എന്ന തസ്തികയിലേക്കുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. ഈ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് 6/8/2025. അപ്പം ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇത് SC/ST ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ പറയാം കേരള PSCയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഒരു DYSP ട്രെയിനി എന്ന നിലയിൽ ഒരു ഓപ്പൺ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു DYSP ആകാനായിട്ട് നമ്മൾ ഒരു SIO അതിൽ താഴെയുള്ള ഒരു റാങ്കിൽ നമ്മൾ PSC എക്സാം എഴുതിയിട്ട് കടന്നുകൂടുക. അതിനുശേഷം പ്രൊമോഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു DYSP ആവുക, അല്ലെ? ഇനി അതും അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, IPS എക്സാം അതും ഒരു മാർഗമാണ്. IPS നമുക്ക് കിട്ടിയതിന് ശേഷം ഒരു DYSP ആ ഒരു ട്രെയിനിങ്ങിന്റെ ആ ഒരു സമയത്ത് DYSP റാങ്കിലെങ്കിലും എത്തുക എന്നുള്ളത് അതാണ് മറ്റൊരു മാർഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്റേണൽ പ്രൊമോഷൻ ആണ് ഇതിലേക്കുള്ള ഒരു മാർഗം. അപ്പൊ ഇത് വളരെ സുവർണമായ ഒരു അവസരമാണ്. ആൻഡ് ഈ ഒരു അവസരം പാഴാക്കരുത്, എല്ലാവരും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. എന്തൊക്കെയാണ് ഈ ഒരു ജോലിയുടെ പ്രത്യേകതകൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇത് ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇത് സ്റ്റേറ്റ് ഗസറ്റഡ് ഓഫീസർ സ്റ്റാറ്റസ് ഉള്ള ഒരു പൊസിഷനാണ് DYSP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിയമനം സംസ്ഥാന ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും, അതൊന്ന്. പിന്നെ രണ്ടാമത്, സർക്കാർ മുദ്ര ഉപയോഗിക്കാം, ഔദ്യോഗിക ഉത്തരവുകൾ നൽകാനായിട്ട് സാധിക്കും, ഉന്നത ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. അതായത് ഒരു ഉന്നതമായ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ആനുകൂല്യങ്ങളെല്ലാം ഈ ഒരു ജോലിക്ക് ലഭിക്കുന്നു എന്നുള്ളത്, ഇതെല്ലാം നമുക്ക് സാധ്യമാകും. ഓക്കെ, അപ്പോൾ ഇതിന്റെ മറ്റു പ്രത്യേകതകളിലേക്ക് നമുക്ക് നോക്കാം. 20 വയസ്സിൽ ഒരു DYSP ആകാനുള്ള ഒരു സുവർണ അവസരമാണിത്. ഇപ്പൊ പ്രായപരിധി 20 മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് വിജ്ഞാപനം 6-ാം തീയതി വന്നു, അല്ലെ? ഇന്നിപ്പം 8-ാം തീയതിയാണ്. അപ്പൊ 6-ാം തീയതി മുതലാണ് നമ്മുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 2/1/1989 മുതൽ 1/1/2005 ഇടയിൽ വരെ ഈ 2 ദിവസങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഇടയിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പ്രായത്തിന്റെ രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി വിദ്യാഭ്യാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UGC അംഗീകൃതമായ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ബിരുദം അല്ലെങ്കിൽ ഡിഗ്രി നമുക്കുണ്ടാവുക. ഇന്ന ഡിഗ്രി എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ ഏത് ഡിഗ്രിക്കാർക്കും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം എന്നുള്ളത്. ഇത് സ്പെഷ്യൽ കാറ്റഗറി എക്സാം ആണ്. അതുകൊണ്ട് തന്നെ SC/ST സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം ആ ഒരു അപ്ലൈ ചെയ്യേണ്ട മാർഗം എന്ന് പറയുന്നത് നമ്മുടെ തുളസി പോർട്ടലിലൂടെയാണ്. ആ ഒരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അത് പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു പൊസിഷന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിന്റെ മറ്റ് സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 10-ാം തീയതി രാത്രി 12 മണി വരെയുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോളുക, ഇത് ഓഗസ്റ്റ് 8 ആണ്, സെപ്റ്റംബർ 10 വരെയാണ്. ഓഗസ്റ്റ് 6-ന് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഏകദേശം 1 മാസത്തെ സമയം. പക്ഷെ ആ ഒരു മാസം തീരുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട, എത്രയും വേഗത്തിൽ ഇതിന് അപ്ലൈ ചെയ്തോളൂ എന്നുള്ളതാണ് ഞാൻ പറയുക. ഇനി അപേക്ഷിക്കുന്നതിന് ഫീസ് ഇല്ല. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇനി ഈ സാലറി സ്കെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 63,700 മുതൽ തുടങ്ങി 1,23,700 വരെയാണ് അതിൻ്റെ ആ ഒരു സാലറി സ്കെയിലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എല്ലാ അലവൻസും നിങ്ങൾക്ക് അറിയാമല്ലോ. സർക്കാരിന്റെ ആ ഒരു സാലറി സ്കെയിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 63,700 മുതൽ 1,23,700 വരെ ആ ഒരു സ്കെയിലിലാണ് ഈ ഒരു പൊസിഷൻ വരിക. പ്രായപരിധി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 20 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക്. ആൻഡ് പ്രത്യേകിച്ചൊന്ന് ഓർക്കുക, 20-ാമത്തെ വയസ്സിൽ DYSP ആകാനുള്ള ഒരു എന്താ പറയണ്ട സുവർണ അവസരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ കേരള പോലീസിലേക്ക് ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റാണിത്. അല്ലെങ്കിൽ നമുക്കറിയാം സബ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ പോസ്റ്റുകൾ ഒരുപാട് PSC വഴി നടത്താറുണ്ട്. അതിന് മുകളിലോട്ട് സാധാരണയായി നമ്മൾ കാണാറില്ല.
അപ്പൊ കേരള പോലീസിലേക്ക് നേരിട്ടൊരു റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റാണിത് എന്നുള്ളത് ഇതിന്റെ മറ്റൊരു സവിശേഷതയായി നമ്മൾ കാണുക. അപ്പോൾ ഇതിന് നമുക്ക് ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, നമ്മുടെ വിഷൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇതിനകത്ത് പരിശോധിക്കണം. അപ്പോൾ ഹെൽത്ത് സർവീസ് വകുപ്പിലെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ആവശ്യമായിട്ട് വരില്ല. പിന്നീട് നമ്മൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ കണ്ണട ഇല്ലാതെ കാഴ്ചയുടെ ആ ഒരു ദൂരം 2 കണ്ണിലും 6/6 സ്നെലൻ ഉണ്ടാകണം. ആൻഡ് അടുത്തത് 2 കണ്ണിലും 0.5 സ്നെലൻ ഉണ്ടാകണം. അത് കണ്ണട ഇല്ലാതെ. ഓക്കെ, നമുക്കിപ്പോൾ അറിയാൻ കഴിയില്ല എന്താണ് നമ്മുടെ ആ ഒരു കാഴ്ചയുടെ ഒരു 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 അളവ് തോതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അത് ഒരു കണ്ണ് ഡോക്ടറെ കണ്ട് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ അതൊന്ന് പരിശോധിക്കുക. അതാണ് ഞാനിവിടെ ഒരു നോട്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ഒരു പരിശോധന നടത്തി നോക്കുക. കാരണം ഈ ഒരു റേഞ്ചിൽ അല്ല എങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല, നമ്മൾ ക്വാളിഫൈഡ് ആകില്ല എന്നുള്ളതാണ്. ഇനി ഇത് കൂടാതെ മറ്റ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയണ്ട ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നത്, ഇതും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അല്ലെ. അപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യുന്നതാണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് 2 കൂട്ടർക്കും ചെറിയ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സ്ത്രീകളുടെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 8 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ഈ 8-ല് നമ്മൾ 5 എണ്ണം നമ്മൾ പാസ്സാകണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു നിബന്ധന. ഓക്കെ, അപ്പോ 100 മീറ്റർ ഓടുക എന്നുള്ളതാണ്. അത് 17 സെക്കൻഡിൽ പൂർത്തീകരിക്കുക. ഹൈ ജമ്പ് 106 സെന്റിമീറ്റർ നമുക്ക് ചാടാനായിട്ട് സാധിക്കുക. ഇപ്പൊ ലോങ് ജമ്പ് 305 സെന്റിമീറ്റർ നമുക്ക് ലോങ് ജമ്പ് ചാടാനായിട്ട് കഴിയണം. ഇപ്പൊ ഷോർട്ട് പുട്ട് 4 കിലോയുടെ ഒരു ഷോർട്ട് പുട്ട് 488 സെന്റിമീറ്റർ എങ്കിലും അത് നമുക്ക് എറിയാനായിട്ട് സാധിക്കുക. ഇനി 200 മീറ്റർ ഓട്ടം അത് 36 സെക്കൻഡിൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുക. ഇനി ത്രോ ബോൾ 14 മീറ്റർ നമുക്ക് എറിയാനായിട്ട് സാധിക്കണം. ഇനി ഷട്ടിൽ റേസ്, അതായത് റിലേ ആണ് ഇവിടെ ഈ പറയുന്നത്. 25 മീറ്റർ ഇൻറ്റു 4 എന്ന് പറയുന്നത് അത് 26 സെക്കൻഡിൽ പൂർത്തീകരിക്കണം. ഇനി സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യാറുള്ള ആ ഒരു സ്കിപ്പിംഗ് ഉണ്ടല്ലോ, അത് 1 മിനിറ്റിൽ 80 തവണ നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷന് ട്രെയിനിങ് തരുന്ന ഒരുപാടധികം സ്ഥാപനങ്ങളുണ്ട്. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് സ്വയം ട്രൈ ചെയ്ത് നോക്കാവുന്ന സംഗതികളാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുന്ന സംഗതികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇതിലേതെങ്കിലും 5 എണ്ണം തിരഞ്ഞെടുത്ത് അതിൽ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ആ ഒരു എന്താ പറയേണ്ടത്, അത് ഏത് റേഞ്ചിലായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമയപരിധി അല്ലെങ്കിൽ ദൂരപരിധി ഒക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയുന്നതാണ്. ഷോർട്ട് പുട്ട് 4 കിലോ എന്ന് പറയുന്നത് വലിയ ഒരു വെയിറ്റ് അല്ല. അതൊക്കെ ഈസി ആയിട്ട് ഒരു മനുഷ്യന് ട്രെയിനിങ് ഇല്ലാതെ തന്നെ ഈ 488 സെന്റിമീറ്റർ ആണ്, മീറ്റർ അല്ല, സെന്റിമീറ്റർ ആണ്. അപ്പൊ ആ സെന്റിമീറ്റർ അളവ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, 488 സെന്റിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 4.88 മീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി പുരുഷന്മാരുടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 മീറ്റർ 14 സെക്കൻഡിൽ നമുക്ക് ഓടാനായിട്ട് കഴിയണം. അതേപോലെ ഹൈ ജമ്പ് 132.2 സെന്റിമീറ്റർ ഹൈ ജമ്പ് നമുക്ക് ചാടാൻ കഴിയണം. ഇനി ലോങ് ജമ്പ് ആണെങ്കിൽ 457.2 സെന്റിമീറ്റർ, ഇതെല്ലാം സെന്റിമീറ്ററിലാണ്. ആൻഡ് ഷോർട്ട് പുട്ട് 7.264 കിലോയുടേതാണ്. അത് 609.6 സെന്റിമീറ്റർ ദൂരത്തിലേക്ക് എറിയാൻ കഴിയണം. ഇതെല്ലാം സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സ് ആണ്. ഇനി ക്രിക്കറ്റിന്റെ ബോൾ ത്രോ, ക്രിക്കറ്റിന്റെ പന്ത് നമുക്ക് എറിയുക, അത് 60.96 മീറ്റർ അപ്പുറം ചെന്ന് വേണം ആ പന്ത് പതിക്കാനായിട്ട്. ഇനി റോപ്പ് ക്ലൈംബ്, അത് കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള റോപ്പ് ക്ലൈംബ് ആണ്. അത് 365.8 സെന്റിമീറ്റർ നമുക്ക് അത് കയറാനായിട്ട് സാധിക്കണം. നോക്ക്, ഇവിടെ ക്രിക്കറ്റ് ത്രോ ബോൾ മാത്രമാണ് മീറ്ററിൽ കൊടുത്തിട്ടുള്ളത്, ബാക്കി എല്ലാം സെന്റിമീറ്ററിലാണ്. ആൻഡ് പുള്ളപ്സ് 8 തവണ നമുക്ക് നിർത്താതെ ചെയ്യാനായിട്ട് സാധിക്കുക പുള്ളപ്പ്. ആൻഡ് അതേപോലെ 1500 മീറ്റർ ഓട്ടം, അതിന് 5 മിനിറ്റും 44 സെക്കൻഡും. അപ്പൊ ഇവിടെയും നമുക്ക് 5 എണ്ണത്തിൽ നമ്മൾ പാസ്സാവുക. ടോട്ടൽ 8 ഇവന്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതിനകത്ത് 5 എണ്ണം നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയി അത് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു കടമ്പ കടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ നമ്മുടെ റിട്ടൺ ടെസ്റ്റിന് ശേഷം ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് കടക്കാം.
ഇനി റിട്ടൺ ടെസ്റ്റും ഇതിന്റെ സിലബസും. അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, കേരള PSCയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു DYSP റാങ്കിലേക്ക് ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ സാധാരണ PSCയുടെ നോട്ടിഫിക്കേഷനിൽ പറയാറുള്ളത് പോലെ ഒരു എഴുത്ത് പരീക്ഷ നടത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞാണ് ആ ഒരു സെന്റൻസ് തുടങ്ങുന്നത്. അപ്പൊ എഴുത്ത് പരീക്ഷ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല. പക്ഷേ അത് അങ്ങനെ തന്നെയാണ് സാധാരണഗതിയിൽ PSCയുടെ എല്ലാ നോട്ടിഫിക്കേഷനിലും പറയുക. എഴുത്ത് പരീക്ഷ ഉണ്ടെങ്കിൽ അതിന്റെ നിബന്ധനകൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ എഴുത്ത് പരീക്ഷ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ ഇവിടെ കണക്കിൽ എടുത്തോളുക. ആൻഡ് എഴുത്ത് പരീക്ഷ നടത്തുന്നത് അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മാതൃകയിലായിരിക്കാനാണ് സാധ്യത. അതായത് നമ്മുടെ SI തസ്തികയിലേക്കുള്ള ആ പരീക്ഷ നടത്തുന്നത് പോലെ. ഇനി എന്താ പറയേണ്ടത്, ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സിലബസ് നമുക്ക് പിന്നീട് ലഭിക്കും. അപ്പോൾ അതുവരെ നമ്മൾ SI പോസ്റ്റിലേക്കുള്ള ആ ഒരു സിലബസ് പിന്തുടർന്ന് പഠിക്കണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഇപ്പൊ നിലവില് ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ കേരള പോലീസിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് റിട്ടൺ ടെസ്റ്റോടുകൂടി നടത്തുന്നത് SI റാങ്കിലേക്കാണ്. ഓക്കെ, അപ്പോൾ SI റാങ്കിന്റെയാണ് നിലവിലുള്ളത്. സിലബസ് ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം. അത് ഏത് രീതിയിൽ വ്യത്യാസമാകാം എന്നുള്ളത് ഞാനിപ്പോൾ അല്പസമയത്തിനുള്ളിൽ പറയാം. അപ്പോൾ നമ്മൾ SIയുടെ സിലബസ് ഒരു ബേസ് ആയിട്ട് നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ പൊതുവിജ്ഞാനം, ഭരണഘടന, നിയമം, ചില നിയമങ്ങൾ സ്പെസിഫിക് ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് സ്പെഷ്യൽ ടോപ്പിക്സ് എന്നും പറഞ്ഞു വരുന്നത് അല്ലേ. റീസണിങ്, ഗണിതം, ഇംഗ്ലീഷ്, മലയാളം. അപ്പൊ ഇതാണ് ശരിക്കും SI സിലബസിലുള്ളത്. അപ്പൊ ഇത് തന്നെ ആയിരിക്കാം ഈ ഒരു DYSP പൊസിഷനിലേക്കുള്ള സിലബസിലും വരാനായിട്ട്. ഒരുപക്ഷെ കുറച്ചും കൂടെ ആഴത്തിൽ പോകേണ്ടതായിട്ടുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ചില സ്പെഷ്യൽ ടോപ്പിക്സിൽ കൂടുതൽ ആയിട്ട് അവിടെ വരാം. അപ്പൊ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക, ഒരു DYSP എന്ന് പറയുമ്പോഴത്തേക്ക് കുറെ കൂടെ ഉയർന്ന തലത്തിലുള്ള ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടായിരിക്കണം. കുറെ കൂടെ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് ഉള്ള ഒരു അറിവുണ്ടായിരിക്കണം. അതേപോലെ പോലീസ് അഡ്മിനിസ്ട്രേഷൻ ഇതിനകത്ത് നമ്മൾ ചേർക്കണം. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ ലീഡർഷിപ്പ് ആണ് ഒരു DYSPക്ക് അവിടെ വരിക. അപ്പോൾ ഉറപ്പായിട്ടും പോലീസിന്റെ അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കണം. ലീഡർഷിപ്പിന് വേണ്ട സ്കിൽസ്, അല്ലെങ്കിൽ ലീഡർഷിപ്പിനുള്ള സ്കിൽസ് ഒരു പക്ഷേ ആ എഴുത്ത് പരീക്ഷയിൽ അസസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, പോലീസിൽ PSC നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റ് ആണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയിരിക്കണം. ഒരു ഫിസിക്കൽ ടെസ്റ്റിന്റെ പ്രാക്ടീസ് ഒക്കെ ഇപ്പോഴേ നിങ്ങൾ അങ്ങ് ദിവസം ഒരു അരമണിക്കൂർ വെച്ച് കണ്ടുപിടിച്ചങ്ങ് തുടങ്ങുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലിമിറ്റ് പരിധികളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇന്ന് തന്നെ നിങ്ങൾ സ്പെഷ്യലായിട്ട് ഇതിന്റെ തയ്യാറെടുപ്പ് തുടങ്ങിക്കൊള്ളുക. അതായത് പഠനവും ഫിസിക്കൽ ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്തോളുക. പക്ഷെ അതിനു മുന്നേ ഈ ഒരു എന്താ പറയുക, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ആ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് നമുക്ക് ഫിറ്റ്നസ് എന്ന നിലയിൽ വേണ്ട ഫിറ്റ്നസ് എന്നുള്ളത്. അപ്പൊ അതുമായി ഒരു ഡോക്ടറെ സന്ദർശിക്കുക. ഡോക്ടറെ സന്ദർശിച്ചിട്ട് ഡോക്ടറെ ഞാൻ ഇതിന് ഓക്കെ ആണോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. ഈ ഒരു അവസ്ഥയിൽ സർട്ടിഫിക്കറ്റ് മേടിക്കണ്ട, പക്ഷെ നിങ്ങൾ അത് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം ഓർത്തു വെച്ചോളൂ, ഒരു ഗസറ്റഡ് ഓഫീസറായിട്ട് ഡയറക്റ്റ് കേരള പോലീസിൽ പ്രവേശിക്കാനുള്ള വേണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പറയാം ജീവിതത്തിൽ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം, ഒരിക്കൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു അവസരം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് വളരെയധികം സ്മാർട്ടായിട്ട് നമ്മൾ പരിശീലിക്കുക. ഓക്കെ, ഒരുപാടധികം ഹാർഡ് വർക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. ഇതിന്റെ ആ ഒരു പൊസിഷന്റെ ഗ്ലാമർ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മേൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അതേക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. 20ാമത്തെ വയസ്സിൽ നിങ്ങൾ ഒരു DYSP ആയാൽ എന്തായിരിക്കും നിങ്ങൾ എന്താ പറയേണ്ടത്, ഒരു 30 വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏത് ലെവലിലേക്ക് പ്രൊമോഷൻ കിട്ടി പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് തന്നെ സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്ക്, അത് എല്ലാം നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പോലീസിന്റെ ബാഡ്ജ് ഉറപ്പാക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ 2 ഇൻഫർമേഷൻ പ്രധാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
നോട്ടിഫിക്കേഷൻ PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് നേരിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിന് പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ഒരു വാട്സാപ്പ് ലിങ്കും കൂടെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. വളരെയധികം വിലപ്പെട്ട ഇൻഫർമേഷൻ ഒരുപാടായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ലഭ്യമാകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും സമയം കളയാതെ തന്നെ ഈ ഒരു പൊസിഷനിലേക്കുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഒരു കാര്യം ഓർത്തോളുക, ആ ഒരു ഡേറ്റ്, അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത ഡേറ്റ്, ആ ദിവസത്തിലാണ് നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടത്. അതായത് നിങ്ങളുടെ പ്രായപരിധി ആ ഒരു റേഞ്ചിൽ വരേണ്ടത് ആ ദിവസമാണ്. അതേപോലെ നിങ്ങളുടെ ഡിഗ്രി ഓൾറെഡി നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടാകണം ആ ഒരു ദിവസം, അല്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടാകണം. അതിനുശേഷം ഡിഗ്രി പൂർത്തിയാവുകയാണെങ്കിൽ അതിന് നമ്മൾ ക്വാളിഫൈഡ് ആകില്ല. അല്ലെങ്കിൽ അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു 20 വയസ്സിലേക്ക് എത്തുന്നതെങ്കിൽ നമ്മൾ അതിന് ക്വാളിഫൈഡ് ആകില്ല. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ, പരീക്ഷയുടെ ഡേറ്റ് നിങ്ങൾ നോക്കണ്ട. നോട്ടിഫിക്കേഷൻ വന്ന ദിവസം നിങ്ങളുടെ പ്രായം ഏത് റേഞ്ചിലാണ് വരുന്നത്, അതാണ് അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആ ഒരു സംഗതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതേപോലെ നോട്ടിഫിക്കേഷൻസ് വരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ PSCയുടെ അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുകയും അത് അപ്പോഴപ്പോഴും നിങ്ങൾക്ക് അറിഞ്ഞു പോകാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. Okay, so once again, thank you very much for watching and you have an excellent day ahead.